ഹായ് മക്കളെ, നിങ്ങൾ അടുത്ത വർഷം നീറ്റിനോ ജെയ്ക്കോ വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ആയിക്കോട്ടെ, എഡ്യൂപോർട്ടലോ അല്ലെ വേറെ എവിടെയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അടുത്ത ഒരു വർഷം ശരിക്കും നിങ്ങൾ ഒരു വർഷം നിങ്ങൾ സ്പെയർ ചെയ്യണമല്ലേ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി. സോ ആ ലക്ഷ്യം എന്തായാലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാനിവിടെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷനിൽ എനിക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒത്തിരി കുട്ടികളെ കണ്ടിട്ടുണ്ട്. എന്താ +1 +2 ക്ലാസ്സിലെ ടോപ്പറായിരിക്കും, നല്ല പെർസെൻറ്റേജ് ഉണ്ട്, പക്ഷെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതേപോലെ തന്നെ നേരെ തിരിച്ചും 65%, 70% ഒക്കെ ഉള്ള കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ കയറിയിട്ട് ഇപ്പോൾ അവസാനം ലാസ്റ്റ് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താ ടോപ്പിലേക്ക് വരുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഞാനൊന്ന് അപഗ്രഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില ഹാബിറ്റ്സുകളെ കുറിച്ച് പറയാം. അതായത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ചില ഹാബിറ്റുകൾ, ചില ട്രൈറ്റുകൾ ഉണ്ടാകുന്നത്. ഈ ട്രൈറ്റുകൾ ഒന്നും എന്തല്ല ജന്മന ഉണ്ടാകുന്ന സാധനമല്ല എന്ന് കൂടെ ഞാൻ ആദ്യമേ പറയാണ്. ഇതൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിക്കും ഇതൊക്കെ കൂടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ വിചാരിച്ചത്, പക്ഷെ ലെങ്ത് ഭയങ്കര കൂടും, എനിക്ക് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് മൾട്ടിപ്പിൾസ് വീഡിയോസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യട്ടോ, കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. സാറേ ഫോക്കസ് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ആ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെ IIT എത്തണം, അല്ലെ ഡോക്ടർ ആവണം എന്നുള്ള ഗോളിലേക്കുള്ള ഫോക്കസ് അല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ മൈൻഡിൻ്റെ ഫോക്കസാണ്. അതായത് ഈ വീഡിയോ ഇതുവരെ ഇപ്പോൾ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ആയിരിക്കും ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും. ആ 1.5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടൊക്കെ ചാടി പോയിട്ടുണ്ടാവും. ഇത് നമ്മൾ സാധാരണ പറയുന്നത് വെച്ചാൽ മങ്കി മൈൻഡ് എന്നാണ്. അത് കുരങ്ങന്മാരില്ല, ഒരു കൊമ്പിന്ന് അടുത്ത കൊമ്പിലേക്ക് ചാടി പോകുന്നതല്ലേ നിങ്ങളെ മനസ്സൊക്കെ എന്താണ് ഇപ്പോൾ ആ മോഡലൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ. അത് ശരിക്കും നിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് നമുക്ക് മാക്സിമം 1 മിനിറ്റിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റീൽ തന്നെ 2x ഒക്കെ ആക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലടാ. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കാണാം. അതായത് റീല് കണ്ട കുട്ടി യൂട്യൂബിൽ ഒരു 10 മിനിറ്റ് വീഡിയോ, നല്ല എൻ്റർടൈനിങ് വീഡിയോ ആണെങ്കിൽ കൂടി ഒന്നും അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എക്സാം എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ പോലും ഫോക്കസ് കിട്ടാതെ തെറ്റായി ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഫോക്കസ് ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് മക്കളെ പലപ്പോഴും നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ എന്ത്, നമ്മളുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം സ്പെൻഡ് എന്നുള്ളത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം സ്പെൻഡ് മാത്രമല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം സ്പെൻഡ് ഇൻ ടു ഫോക്കസ് ആണ്. അതായത് ഫോക്കസോടുകൂടി നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ കീപ്പ് ചെയ്യുക. നമ്മൾ ചുമ്മാ ബുക്കും തുറന്നു വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. നിങ്ങൾക്ക് ചിലപ്പോൾ +2 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ, പക്ഷെ +2 കുറച്ചും കൂടെ ടഫല്ലേ നമ്മളെ നീറ്റും ചെയ്യൊക്കെ. അപ്പോൾ കൂടുതൽ ഫോക്കസ് കിട്ടണം. ലോജിക്ക് മനസ്സിലായല്ലോ. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ബെയർ മിനിമം പെർസെൻറ്റേജേ ഉള്ളൂ. JEE എഴുതാനും നീറ്റ് എഴുതാനുള്ള ബെയർ മിനിമം പെർസെൻറ്റേജ് ആണ് ഉള്ളെങ്കിലും അടുത്ത ഒരു വർഷം നിങ്ങൾ എന്താണ് ഫോക്കസോടുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് എന്താൻ പറ്റും, നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു വർഷം 6 മണിക്കൂർ ഉറങ്ങാനും അതേപോലെ തന്നെ ഒരു 2 മണിക്കൂർ നിങ്ങൾ ബാക്കി കുളി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എത്ര മണിക്കൂർ, 8 കഴിഞ്ഞ് 14 മണിക്കൂർ നിങ്ങളെ മുന്നിൽ എന്തുണ്ട്, 14 തെറ്റിപ്പോ എന്നോട് എൻ്റെ ഫോക്കസ് പോയിന്ന്, 8 കഴിഞ്ഞാൽ 16 മണിക്കൂർ അല്ലേ. 16 മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി, നീറ്റിന് വേണ്ടി, JEEക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ട്. തെറ്റുണ്ടോടോ? 8ഉം 16ഉം 22 24 റെഡിയാ കളിക്കാം. 16 മണിക്കൂർ എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 16 മണിക്കൂർ ഒരു 300 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താ ഉറപ്പായിട്ടും കിട്ടും. അതിലപ്പുറം എന്തില്ല, വേറൊന്നും നമുക്ക് അവിടെ ചോദ്യത്തിൻ്റെ പ്രസക്തിയേ ഇല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ ഫോക്കസ് കൂട്ടാം? നിങ്ങൾക്ക് എന്താ ഫോക്കസ് മനസ്സിലായി? അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ മാക്സിമം നമുക്ക് ഫോക്കസ് കിട്ടണം. വേറെ എങ്ങോട്ടേക്കും എന്ത് ചെയ്യരുത്, നമ്മളെ ചിന്ത പോകരുത്. അത് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ട് സയൻസ് പറയുന്നത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആണ്. മെഡിറ്റേഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് മൈൻഡ്ഫുൾനെസ്. എന്താ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ? മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ കരുതുക. ആ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ നമ്മളെന്താ ബിരിയാണി ഇങ്ങനെ നിന്നുണ്ടോ വേറെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചു പോലെ, അതിന് പകരം എന്താണ്
നമ്മൾ കറക്റ്റ് ആ ഒരു ബിരിയാണിയുടെ സ്മെല്ല്, ചിക്കൻ്റെ ആ ഒരു ജ്യൂസിനെസ്, എത്രയോ വണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ, ഉള്ളി കുറച്ച് കൂടുതൽ, ആ ലെവലിൽ അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ബിരിയാണി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ പഠിക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് പറ്റും. അതാണ് നമ്മളിലേക്ക് എത്തേണ്ടത്. അതിനെന്താ വഴി? അതിന് വഴി ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ നോക്കാം. ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് ശരിക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഞാനിപ്പോൾ നിസ്കരിക്കുന്ന ആളാണ്, 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് മുമ്പൊക്കെ എന്തായിരിക്കും, ഞാൻ ആ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുക ചെയ്യുക. ചിലപ്പോൾ എന്തായിരിക്കും, ഈ മുസ്ലിംസിനെ അറിയാൻ പറ്റും, ഈ 2ാമത്തെ റക്അത്തിൽ ഒരു അത്തഹിയ്യാത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ഇരുന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഉള്ളതായിരിക്കും. ഇനി 3ാമത്താണോ ഇത് 4ാമത്താണോ എന്നൊക്കെയുള്ള ഡൗട്ട് വരാറുണ്ട്. പക്ഷെ ഞാനത് നിസ്കരിക്കുന്ന സമയത്ത് മാക്സിമം അതിൽ ഫോക്കസ്, കാരണം അന്നേരം നമുക്ക് വേറൊന്നും ചെയ്യാൻ എന്തായാലും ഇല്ലല്ലോ, അതിൽ മാക്സിമം ഫോക്കസ് ചെയ്യാൻ നോക്കി. ആദ്യമൊക്കെ നടക്കില്ല, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 5 സെക്കൻഡ്, പിന്നെ മെല്ലെ മെല്ലെ ആ ഫോക്കസ് ഇങ്ങനെ കൂടാൻ പറ്റി. ആൻഡ് ഇത് ഓട്ടോമാറ്റിക്കലി എന്താണ്, എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഓഫീസിലേക്ക് എത്തുമ്പോൾ ലിഫ്റ്റ് തുറന്നാൽ തൊട്ട് മുന്നിൽ എന്തുണ്ട്, ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെ ഒരു സാധനമുള്ള എനിക്കറിയില്ലായിരുന്നു അവിടെ. ഞാനിപ്പോഴാണ് അത് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഒരു ദിവസം നമ്മൾ യാസീൻ സാർ ഇങ്ങനെ വരുമ്പോൾ, സാർ ഇപ്പോൾ ഫുൾ ജീൻസൊക്കെ ആയിരുന്നു, വൺ ലുക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ സാറേ ഞാനിപ്പോൾ 1.5 കൊല്ലമായിട്ട് ജീൻസാണ് ഇടല്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ലെവൽ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് റേസർ ഫോക്കസ് വരും. ഇപ്പം നമ്മൾ ചില പുരാണ കഥകളിലൊക്കെ ഇങ്ങനെ ഉണ്ടല്ലേ, പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്പ് ചെയ്തപ്പോൾ വലിച്ചൂരി അയാൾ അറിഞ്ഞില്ല എന്നൊക്കെ, അതൊക്കെ സാധനം എന്താ, ഈ ഫോക്കസ് ആണ്. അപ്പോൾ അത് ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ബിൽഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഫോക്കസിലേക്ക് എത്തും കേട്ടോ, നിങ്ങളെ പഠനത്തിലേക്ക് എത്തും. ഇപ്പോൾ ബുക്ക് വായന എൻ്റെ കേസിൽ അങ്ങനെയായിരുന്നു. പണ്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ, ഒരു പേജിൽ 1/2 പേജൊക്കെ വായിക്കുമ്പോൾ പിന്നെ 1.5 പേജൊക്കെ വായിച്ചത് പോലും നമ്മൾ അറിയില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഷാർപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. സോ എന്തായാലും ഇന്ന് മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് 1 ദിവസം 2 ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. ഇന്ന് മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ 1 ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. പിന്നെ മെല്ലെ മെല്ലെ സെറ്റ് ആയിക്കോളും. ഇമ്പോർട്ടൻ്റ് ആണ് ഫോക്കസോടെ പഠിക്കാൻ തയ്യാറായിട്ട് വരിക. നിങ്ങളുടെ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച ബാക്കി എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമല്ല, എജ്യൂപോർട്ടിൻ്റെ റിപ്പീറ്റർ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യാം. ഓക്കെ, ബൈ.